നവകേരള ജയിലിൽ അടിപൊളി വേതനമാണ്. ആശമാരുടെ സമരത്തെ അടക്കം അപമാനിച്ചവർ ഈ വർധനയെ എങ്ങനെയാണ് കാണുന്നത്? അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിച്ചതിന് എന്തിനാ എതിർക്കുന്നത്? അത് പാവങ്ങളല്ലേ? പാവങ്ങള് ഓച്ചറെ പോയി കഞ്ഞി കുടിക്കാൻ പോലും വണ്ടിക്കാശിന് നിവൃത്തിയില്ലാതെ നിന്നപ്പോൾ പോലീസ് വണ്ടി കണ്ട് അതിനൊരു ലിഫ്റ്റ് അടിച്ച് സെൻട്രൽ ജയിലിലൊക്കെ ചെന്ന് ഇറങ്ങിയ പാവപ്പെട്ടവർ, അവരോട് എന്തിനാ മനുഷ്യരെ കണ്ണുകടി നിങ്ങൾക്ക്? പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി. അതിനെ എതിർക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നിലപാടാണ്. എന്തിനാടേ എതിർക്കുന്നത്? കണ്ണിൽ ചോര ഇല്ലാത്തവന്മാരെ എന്തിനാടേ എതിർക്കുന്നത്? ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, എപ്പോഴും തടവുകാർക്ക് വേണ്ടി അവർക്ക് മെച്ചപ്പെട്ട വേതനം കിട്ടുന്നതിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. ഈ വേതന വർധന എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഇത് ഖജനാവിന് ബാധ്യതയാവുന്നതാണോ? ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ മനസ്സിലാക്കണം. ഈ ജയിൽ തടവുകാർക്ക് കിട്ടുന്ന കൂലി സുപ്രീം കോടതിയുടെ വിധി പ്രകാരം 30% വിക്ടിമിന് കൊടുക്കണം. 30% ബന്ധുക്കൾക്ക് ഈ വിക്ടിമിന് കൊടുക്കാൻ വേണ്ടി ഈ വർദ്ധിപ്പിച്ച തുകയിൽ നിന്ന് 30% അങ്ങ് പോവും. അത് ആ തടവുകാരന് കിട്ടുന്നില്ല. ഇതുവരെ കേരളത്തിൽ കൊടുക്കുന്നില്ല, ഇനി പുതുതായിട്ട് കൊടുക്കണം. വിക്ടിംസിന് ഇതുവരെ കൊടുക്കുന്നില്ല, കൊടുക്കാൻ ഇതിനകത്തുനിന്ന് പോവും, 30% പോവും. പുതുതായി ഇനിയും ചെയ്യണം. ഞാൻ ഉള്ള സമയത്ത് കൊടുത്തിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി വിധി പ്രകാരം ഇതിനകത്തുനിന്ന് പോവും, 30% പോവും. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഞാൻ DGP ആയിരുന്നു. അപ്പോൾ 3000 രൂപ പ്രതിയുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. പണ്ട് ഒരു വീട്ടിലെ ബ്രെഡ് വിന്നറായ ഒരാൾ ജയിലിൽ വരുന്നു, വീട് പട്ടിണിയാണ്. അപ്പോൾ പല തടവുകാരുടെ ഭാര്യമാരും വേശ്യാവൃത്തി ചെയ്ത് ആ കുടുംബം പോറ്റാൻ നിർബന്ധിതരായി. എന്നിട്ട് തന്നെയല്ല, കുട്ടികൾക്ക് പഠിക്കാൻ പൈസയില്ല. അവൻ പോയി പോക്കറ്റടി നടത്തി. അടുത്ത കുട്ടി ജൂനിയർ ഹോമിലും വരും, ഈ വീട്ടിലെ സ്ത്രീ വനിതാ ജയിലിലും വരും, പുരുഷൻ സെൻട്രൽ ജയിലിലും കിടപ്പായി. അപ്പോൾ ഞാൻ 3000 രൂപ കറക്റ്റായിട്ട് വെട്ടി എടുത്തിട്ട് എൻ്റെ കുടുംബത്തിന് അയച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് കുടുംബത്തിന് മാനഹാനി ഇല്ലാതെ ജീവിക്കാൻ പറ്റി. വനിതാ ജയിലിൽ 400ഓളം തടവുകാരുണ്ട്. വനിതാ ജയിലിൽ ഇപ്പോൾ കഷ്ടിച്ച് 100-ൽ താഴെ തടവുകാരായി. ഈ പ്രോസ്റ്റിറ്റ്യൂഷന് പിടിക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു. തന്നെയല്ല, തടവുകാരുടെ മക്കൾ തടവുകാരായി ജയിലിൽ വരുന്ന പരിപാടി കുറഞ്ഞു. പഠിത്തം പ്രോസ്റ്റിറ്റ്യൂഷന് പിടിക്കപ്പെടുന്നവരുടെ എണ്ണം കുറഞ്ഞത് രാജ്യത്തെ നിയമങ്ങളിൽ ഉണ്ടായ മാറ്റം കൊണ്ടാണ്, കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ പഴയതുപോലെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ല, അവരുടെ ഉരുളൊന്നും വേണ്ട. ഇപ്പോൾ ഈ വർദ്ധിപ്പിച്ച തുകയുടെ പകുതി ശതമാനം 50% അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പോവും, അല്ലെങ്കിൽ കുടുംബത്തിന് പോവും. അത് തടവുകാരന് കിട്ടുന്നില്ല. 50%, 30% പോയി കഴിഞ്ഞാൽ ബാക്കി 20% തടവുകാരന് കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? മനസ്സിലായി. തടവുകാരൻ ജയിലിൽ കിടക്കുമ്പോൾ അവന് പേസ്റ്റ് വാങ്ങിക്കണം, അവൻ്റെ ബ്രഷ് വാങ്ങിക്കണം, അവന് ഷേവിംഗ് കിറ്റ് വാങ്ങിക്കണം. ഇതെല്ലാം ഈ 20% പോകുന്നത്. ഒരു ലെക്സിന്റെ സോപ്പ് ഇപ്പോൾ ഒരു 45 രൂപ ഇല്ലാതെ കിട്ടത്തില്ല. ഒരു പോൺസിന്റെ പൗഡർ എങ്കിലും കൈ വേണം. പിന്നെ കോൾഗേറ്റിന്റെ ഈ വിസിബിൾ വൈറ്റ് എന്ന് പറഞ്ഞ് പുതിയൊരു പേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. 300 രൂപ അതിന്റെ വലിയൊരു ട്യൂബ് വാങ്ങിക്കണമെങ്കിൽ. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ ജട്ടിയുടെ സീസൺ ആയതുകൊണ്ട് അതിനെക്കുറിച്ചും കൂടെ പറയാതെ വയ്യ. ഒരു ജട്ടി വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയാ മനുഷ്യരെ? ഇനി മൂന്നാമതൊരു കാര്യം മനസ്സിലാക്കണം. സർക്കാർ ഖജനാവിൽ നിന്നല്ല ഈ പൈസ പോകുന്നത്. ജയിലിനകത്തു നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നു, കേക്ക് ഉണ്ടാക്കുന്നു, അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നു. ബഡ്ജറ്റിൽ വകകൊള്ളിക്കാത്ത ഒരു 16 കോടി രൂപ സർക്കാരിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തടവുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന 16 കോടിയിൽ നിന്നാണ് ഈ പൈസ പോകുന്നത്. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ തടവുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കുകയാണ്. പിന്നെ സാധാരണക്കാരുടെ ഡെയിലി വേജസുകാരുടെ കൂലി എത്ര, അല്ലെങ്കിൽ ആശാവർക്കന്മാരുടെ കൂലി എത്ര എന്ന് കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ജയിലിലെ വർക്ക് 24 മണിക്കൂറാണ്. അതിച്ചിരി കൂടുതലല്ലേ? ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് 10 ലക്ഷം ചപ്പാത്തി ഉണ്ടാക്കണം തിരുവനന്തപുരം സെൻട്രൽ ഒരു ദിവസം. അവൻ രാത്രി 8 മണി കയറുന്നത് ചിലപ്പോൾ 12 മണി വരെ ജോലി ചെയ്യും. അടുത്തത് 12 മണി തൊട്ട് വെളുപ്പിന് 4 മണി വരെ ജോലി ചെയ്യും. അങ്ങനെ 24 മണിക്കൂർ അവൻ ജോലി ചെയ്തിട്ടാണ് ഈ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? അപ്പോൾ രാവിലെ 10 മണിക്ക് ഓഫീസ് ചെന്ന് 5 മണി വരെ 3 മണി വരെ 4 മണി വരെ ജോലി ചെയ്യുന്ന ഒരാളിൻ്റെ കൂലിയും 24 മണിക്കൂർ വിശ്രമമേ ഇല്ലേ? അതോ ഷിഫ്റ്റിൽ ജോലി ചെയ്യുകയാണോ? 24 മണിക്കൂറും ജയിലിൽ ഈ സംവിധാനം പ്രവർത്തിക്കും, പക്ഷേ ആളുകൾ ഷിഫ്റ്റിലാണ്. പിന്നെ താൻ എന്റെ അടുത്ത് വലിയ വർത്തമാനം പറഞ്ഞു. അപ്പോൾ എല്ലായിടത്തും അങ്ങനെയല്ലേ? ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലാണെങ്കിൽ 8 മണിക്കൂറിന്റെ 3 ഷിഫ്റ്റ്, 24 മണിക്കൂർ പണിയുണ്ട്, പക്ഷേ ഒരാളുടെ ജോലി 8 മണിക്കൂർ. അതെ,
അപ്പോൾ ഡെയിലി നമ്മുടെ ആശാ വർക്കർ 24 മണിക്കൂറും ജോലി ഇല്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ള വർക്കേഴ്സിനോട് കമ്പയർ ചെയ്തത് ജയിലൊരു റിഫോം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ജയിലിൽ ഭയങ്കര കൊലപാതകം നടത്തിയ ഒരാൾ അവിടെ ആഹാര നിർമ്മാണത്തിൽ ഏർപ്പെട്ട ശേഷം ഞാൻ ജയിൽ DGP ആയിരിക്കുമ്പോൾ ജയിലിൽ ചെന്ന് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന തടവുകാരുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തടവുകാർ സംസാരിക്കും. അതിലൊരുത്തം പറഞ്ഞത്, ഞാനൊരാളിനെ കൊന്നിട്ട് ആ ആളിൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കി, എന്നിട്ട് ഞാൻ ഇന്ന് ഈ ആഹാരം ഉണ്ടാക്കിയത് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ എൻ്റെ കൈകൾക്ക് ആ ചെയ്ത പാപത്തിൽ നിന്ന് എനിക്കൊരു പരിഹാരം കിട്ടുന്നു, അല്ലെങ്കിൽ അവന് ആ പാപ പരിഹാരം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അവൻ റിപ്പൻറ്റൻസിലേക്ക് എത്തുകയാണ്. അയ്യന്റെ മോനെ. അപ്പോൾ സമൂഹത്തിന് അവൻ നന്മയാണെന്നൊരു തോന്നലുണ്ടാകുന്നു. ആ നന്മ ചെയ്ത തോന്നലിലൂടെ അവൻ പരിഷ്കൃതമാവുകയാണ്. ഈ ജയിലിൽ ഈ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ആളുകൾ ജയിലിൽ നിന്ന് പോയി കഴിയുമ്പോൾ അവൻ്റെ വീട്ടിലൊരു ഫുഡ് പ്രോഡക്ട്സ് തുടങ്ങുകയാണ്. അതെപ്പോ വനിതാ ജയിലിൽ നിന്ന് പോകുന്ന തടവുകാരെ ഞങ്ങൾ തയ്യൽ പഠിപ്പിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ ഒരു തയ്യൽ മെഷീനുടെ വണ്ടിക്കകത്ത് വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. ആ സ്ത്രീ പിന്നെ തയ്ച്ച് ജീവിക്കുകയാണ്, എംബ്രോയിഡറി ചെയ്ത് ജീവിക്കുകയാണ്. പക്ഷേ ഈ തടവുകാരുടെ ശമ്പളം പറയുമ്പോൾ 2-3 കാര്യം ശ്രദ്ധിച്ചോണം. ഒന്ന്, തടവുകാർക്ക് സമരം ചെയ്യാൻ ഒക്കെയില്ല. മറ്റ് തൊഴിലാളികൾക്ക് സമരം ചെയ്യാം, തടവുകാർക്ക് സമരം ചെയ്യാൻ പറ്റില്ല. ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ് മേഡം? ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ 166 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. 106 ഏക്കർ സ്ഥലം സർക്കാർ നാട്ടുകാരൻ പിടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ 60 ഏക്കറേ ഉള്ളൂ. തടവുകാർക്ക് ജോലി ചെയ്യാൻ സ്ഥലമില്ല അവിടെ. ഇന്ന് ആ തടവുകാർ ഈ ജോലികൾ ചെയ്തിട്ട് പണ്ടുണ്ടാക്കുന്നതിൻ്റെ ഞാനിടാൻ സമയത്ത് 50 ലക്ഷം ഉണ്ടായിരുന്ന വരുമാനം ഇപ്പോൾ 16 കോടിയിൽ എത്തിച്ചു. ആ തടവുകാരുടെ കഷ്ടപ്പാടാണ് അതിൻ്റെ കാരണം. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ആ തടവുകാർക്ക് ഇച്ചിരി ശമ്പളം കൂട്ടിക്കൊടുക്കുമ്പോൾ അതിനെ വിമർശിക്കുന്നത് ഈ പല പല കണക്കുകൾ നോക്കണം. അതിന് ഞാൻ എസെൻഷ്യലായി 2-3 കണക്ക് അവതരിപ്പിച്ചെന്നുള്ളേ ഉള്ളൂ. ജസ്റ്റിസ് കമാൽ പാഷ, ഒരു ട്രഷറിയൊക്കെ വറ്റി വരണ്ടിരിക്കുകയാണ്, ഖജനാവിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ആശമാരെ ഈ റോഡിലും മഴയത്തും വെയിലത്തും കിടത്തി അവർക്ക് ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കാൻ ഇവർ തയ്യാറായില്ല. എന്നിട്ടാണ് ഇപ്പോൾ ഈ പണി ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജയിൽ മേധാവിയുടെ ശുപാർശ എന്ന് പറയുന്നത് 350 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ 350 രൂപ എന്നുള്ളതൊന്നും പോരാ. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെട്ടിത്തിരുത്തി നേരെ 620 കയറ്റിയേക്കാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പിന്നെ ഇവിടെ ന്യായമായ വേതനം നമ്മൾ പറയുമ്പോൾ നേരത്തെ മിനി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവർക്ക് ആഹാരം, പാർപ്പിടം, വസ്ത്രം, ഇതിനൊന്നും പണം വേണ്ട, ഉണ്ടാക്കണ്ട. സുഭിക്ഷമായ ആഹാരം കൊടുക്കുന്നുണ്ട്. മട്ടൺ കൂട്ടി ആഹാരം കഴിക്കുന്ന എത്ര സാധാരണക്കാരുണ്ട് ഈ നാട്ടിൽ? ആ രീതിയിലുള്ള ആഹാരം കൊടുക്കുന്ന സ്ഥലമാണ് ജയില്. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. ഇനി അത് കൂടാതെ അവർക്ക് കറണ്ടിന് കാശ് കൊടുക്കണ്ട, അതായത് വൈദ്യുതിക്ക് പണം കൊടുക്കണ്ട, വെള്ളത്തിന് പണം കൊടുക്കണ്ട, ഗ്യാസിന് പണം കൊടുക്കണ്ട, ഒന്നും വേണ്ട, ഒരു പ്രശ്നവും ഇല്ല. അനങ്ങാതെ അവിടെ കിടന്നിട്ട് ആഹാരം കഴിച്ചുകൊണ്ട് കിടന്നാൽ മതി. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? പിന്നെ ഇവരുടെ ജോലി എന്ന് പറയുന്നത് അത് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് വലിയ കഠിനമായ, അങ്ങനെ കഠിനമായ ജോലിയൊന്നുമില്ല. ഈ പറയുന്ന ഒന്നുമല്ല, ഈ പറയുന്ന എല്ലാം വെറുതെയാണ്. ഞാനിത് ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ കഠിനമായ ജോലിയൊന്നുമില്ല. ഞാൻ പറഞ്ഞ അതിൽ റീസൺ ഉണ്ട് ഇവരുടെ കയ്യിൽ കൊടുക്കാനുള്ളതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്ന ആരാന്നൊന്ന് അന്വേഷിച്ചാൽ മതി. എന്താ ഉറക്കം വരുന്നു? വല്ലവനെയും തല്ലിക്കൊന്നോ കുത്തിക്കൊന്നോ വെട്ടിക്കൊന്നതിന് ശേഷം പോയി ജയിലിൽ കിടക്കുന്നവന്മാർക്ക് ഈ സൗകര്യം, അവർക്കാണ് മനുഷ്യാവകാശങ്ങളെല്ലാം ഉള്ളത്. ബാക്കി ഈ കൊല്ലപ്പെടുന്നവനോ അല്ലെ സാധാരണക്കാർക്കോ ഇത് തെരുവിൽ കിടന്ന് ഇത്രയും നാള് കഷ്ടപ്പെട്ട് മൊട്ടയടിച്ച് സമരം ചെയ്ത ആശമാർക്കോ അവർക്ക് അവകാശങ്ങളൊന്നുമില്ല. അതെ, നീ എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോ അതായത് ഈ കണക്ക് നോക്കിയാൽ ഒരു 18,600 രൂപ ഒരു മാസം ഒരാൾക്ക് ശമ്പളം വരും. ഒരു 10 വർഷം ഒരു ബലാത്സംഗ കുറ്റം ചെയ്തിട്ട് 10 വർഷം ജയിലിൽ കിടക്കുന്നതിന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ, കൂളായിട്ട് 18,60,000 രൂപ കൊണ്ട് ഇറങ്ങി വരാം. പകുതി തുക കുടുംബത്തിന് മാസാമാസം ജയിലിൽ നിന്ന് അയച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. സ്വാഭാവികം. അത് കൊടുക്കണം. എന്താ കാര്യം എന്നറിയാം, ഇപ്പോൾ ഇത് അന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ. അതായത് ഈ പാർട്ടി കൊലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ വീട്ടിൽ ശമ്പളം കൊണ്ട് കൊടുക്കുന്ന ആരാണെന്നറിയാം? ഇപ്പോൾ പാർട്ടിയാണ്. അത് പാർട്ടിക്ക് ഇനി കൊടുക്കാൻ ചിലപ്പോൾ പറ്റുകയില്ല. അതുകൊണ്ട് അത് ബാക്കിയുള്ള പൊതുജനങ്ങളുടെ മണ്ടയിലോട്ട് അടിച്ചേൽപ്പിക്കുക, അതാണ് കാര്യം. അല്ലാതെ വേറൊന്നുമല്ല. നീ വെറുതെ നുണ പറയരുത്, തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെൻ്റെ അടുത്ത് ഞാൻ കോഴിക്കോടൊക്കെ ഉള്ളപ്പോൾ എൻ്റെ അടുത്ത് പ്രതികൾ തന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ഇതൊരു നടത്തു പോണ മാതിരില്ല. അപ്പോൾ നമ്മളന്ന് ചിന്തിക്കേണ്ടത്, ഇനിയുള്ള ആളുകൾക്ക് തോന്നും ചേട്ടാ ചെറിയ കുറ്റം ഒന്നും ചെയ്തുകൊണ്ട് കാര്യമില്ല, ഒന്നീ ബലാത്സംഗം 10 വർഷം കിട്ടും ഉറപ്പാണ്. അപ്പോൾ അത് അല്ലെന്നുണ്ടെങ്കിൽ കൊലക്കുറ്റം, ഇതെങ്ങനെ ചെയ്തിട്ട് അവിടെ പോയി കിടക്കുന്നതല്ലേ സൗകര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചത്
ഇവരെയൊക്കെ റിഫോം ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. കേരളത്തിലെ ലൈബ്രറിയൻസ് ഉണ്ടല്ലോ, അവരുടെ ശമ്പളം എത്രയെന്ന് അറിയാമോ? 4000 രൂപയാണ് പ്രതിമാസ ശമ്പളം. ഇതുപോലെ എത്ര പേരാണെന്നറിയാം, എത്ര വിഭാഗം തൊഴിലാളികൾ. അവർക്കൊന്നുമില്ലാത്ത വരുമാന മാർഗം ഇവർക്കുണ്ടാക്കി കൊടുക്കണോ? ഇതൊരു കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജയിലെന്ന് പറയുന്നത്, അല്ല സുഖവാസ കേന്ദ്രമല്ല. കേട്ടോടാ പുന്നാര മോനെ. പ്രേക്ഷകൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ സന്ദേശമാണ്. അതേ, മറ്റുള്ളിടത്തെ സാഹചര്യമല്ല ജയിലിൽ. സമ്മതിച്ചു, ജയിലിലിരുന്ന് കൊട്ടേഷൻ എടുക്കാം, നടപ്പിലാക്കാം, മയക്കുമരുന്ന് ബിസിനസ് നടത്താം, പോകുന്ന വഴിക്ക് പോലീസ് കാവലിൽ മദ്യപിക്കാം, ജയിലിൽ മട്ടൻ കൊടുത്തില്ലെങ്കിൽ തല്ലുണ്ടാക്കിയാൽ ഒരു പാർട്ടിയുടെ മുഴുവൻ ആൾക്കാരും ജയിലിലെത്തും ആശ്വസിപ്പിക്കാൻ. ദാരിദ്ര്യമുക്ത ജയിലുകൾ, അതായിരിക്കട്ടെ മുദ്രാവാക്യം. ന്യൂസ് അവസാനിക്കുന്നു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.